ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീട്ടിലുണ്ട ഒരു പുതിയ വെറൈറ്റി പേരൊക്കെ പരിചയപ്പെടുത്തി തരാം. ഇതാണ് ആ സാധനം. ഞാൻ വരെ ഇത് കഴിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് ഇത് കഴിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ മരങ്ങളൊക്കെ നട്ടപ്പോഴത്തേക്കൊരു കൗതുകം തോന്നി എടുത്തൊരു വെറൈറ്റിയാണിത്. ഇതിൻ്റെ വെറൈറ്റിയുടെ പേരെന്ന് പറഞ്ഞിട്ട് തായ് ഗുവ എന്നാണ്, അതായത് തായ്ലൻഡ് ഗുവ എന്നാണ് ഇതിൻ്റെ ഒരു വെറൈറ്റി പേര്. ഇതാണ് ഈ പേരയ്ക്ക് ഉണ്ടായ പേരമരം. ഇതാണ് അതിൻ്റെ ഇല ഉൾപ്പെടെ ഒരുമാതിരി റെഡിഷ് കളറാണ്. സത്യം പറഞ്ഞാൽ നട്ടിട്ട് കറക്റ്റ് ഒരു വർഷമായപ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് പൂവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു വർഷം കൊണ്ട് തന്നെ കായ്ച്ച്. കഴിഞ്ഞ വർഷം ഇതേ സമയത്താണ് നമ്മൾ നട്ടത്. ഈ സമയത്ത് ഇത് പൂക്കുകയും ഇപ്പോൾ കായ്ക്കുകയും ചെയ്തു. കായ ഇത് ഏകദേശം വലുതാവാൻ തന്നെ 3 മാസമൊക്കെ എടുക്കും. വന്നിട്ട് ഇങ്ങനെ നിൽക്കും, കുറേ നാളിങ്ങനെ നിന്നിങ്ങനെ ചെറുതായിട്ട്. പിന്നെ ഒരു 2 മാസം എന്തോ എടുത്തു, ഏകദേശം 60 to 90 ദിവസം എടുത്ത് ഇങ്ങനെ ആവാൻ, ഈ ഒരു വലിയ ഷേപ്പിലാവാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. അതിൻ്റെ അകമൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത് എനിക്കറിയാം. അകം ചുവപ്പാണോ വെള്ളയാണോ എന്നൊന്നും അറിഞ്ഞൂടാ. നമുക്ക് എന്തായാലും അത് മുറിച്ച് നോക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കാം. ഒരെണ്ണത്തിന് എത്ര ഗ്രാം ഉണ്ടെന്ന് നോക്കാം. ഏകദേശം 159-160 ഗ്രാം ഉണ്ടോ എന്നതിൻ്റെ വെയിറ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകവും ചുവപ്പ് കാണാമോ? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പേരയ്ക്ക കാണുന്നത്. ഇതൊന്ന് കട്ട് ചെയ്ത് കഴിച്ച് നോക്കാം. ഫസ്റ്റായിട്ട് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നല്ല മധുരം ഗൈസ്. അപ്പം ഇനി 2 പേരയ്ക്കയും കൂടെ ഉണ്ട്. അത് ചേട്ടനും ഒരെണ്ണം ചേച്ചിയും കൊടുത്തു നോക്കാം. ഇത് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറ. ഫസ്റ്റ് ടൈമല്ലേ കഴിക്കണം നിങ്ങളും? പിന്നെ കഴിച്ചിട്ടുണ്ടോ അതിന് മുമ്പ്? ഈ കളർ കഴിച്ചിട്ടുണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു? ഇതെങ്ങനെയുണ്ട് ചേട്ടാ? ഇഷ്ടപ്പെട്ടോ? സാധാ പേരയ്ക്ക പോലെ തന്നെ, പിന്നെ വാട്ടറിന്റെ കണ്ടന്റ് ഇതിൽ കൂടുതലാണ്. മധുരം ഉണ്ടല്ലേ? നല്ല മധുരം, ഒരിക്കലും കയ്പ് വന്നു. പിന്നെ കൊള്ളാം ഗൈസ്, ഇഷ്ടപ്പെട്ട്. ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ മണവും ബാക്കിയൊക്കെ നമ്മൾ സാധാരണ പേരയ്ക്ക പോലെ തന്നെയാണ്. പിന്നെ ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസമില്ലേ, ഒരു മധുരം കൂടുതലുണ്ട്. അകം റെഡ് കളറുണ്ട്. ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, ഒരു സാധാരണ നമ്മളെ നാടൻ പേരയുടെ ഒക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ കുറച്ചുകൂടെ മധുരം എനിക്ക് ഫീൽ ചെയ്ത്, ചേച്ചിക്ക് ഫീൽ ചെയ്തില്ലെന്നാണ് പറയണം. വീട്ടിലുള്ളതിനേക്കാളും കുറച്ചുകൂടി സൈസ് കൂടുതലായിരിക്കും. വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് വാങ്ങിച്ച് നോക്കുക എന്നുള്ളതാണ്. തായ് റെഡ് ഗുവ എന്നാണ് ഈ വെറൈറ്റിയുടെ പേര്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.